തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലായ ചെമ്മാട് ബ്ലോക്ക് റോഡിന് ശാശ്വത പരിഹാരവുമായി തിരൂരങ്ങാടി നഗരസഭ. ബ്ലോക്ക് റോഡ് കൂടുതൽ ബലപ്പെടുത്തി ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന തരത്തിൽ ഉടൻ നവീകരിക്കുമെന്ന് നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ പറഞ്ഞു. ഇതിനായി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രവൃത്തി ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നിരവധി പേർ എത്തുന്ന തിരൂരങ്ങാടി താലൂക്ക് ഓഫീസ്, സബ് RT ഓഫീസ്, മറ്റു സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്ന മിനി സിവിൽ സ്റ്റേഷനിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കുമടക്കം ആളുകൾ ആശ്രയിക്കുന്ന റോഡാണിത്. കൂടാതെ ചെമ്മാട് പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡും. ധാരാളം വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിലൂടെ ഭാരം കൂടിയ ടോറസ് വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. കുഴി അടച്ചു പോകുക എന്ന താൽക്കാലിക നടപടി മാത്രമാണ് ഇവിടെ ചെയ്തിരുന്നത്. മാത്രവുമല്ല, ടാറിംഗ് ചെയ്താലും അത് ഏറെ നിൽക്കാറുമില്ല. കുണ്ടും കുഴിയും രൂപപ്പെട്ട് യാത്രക്കാരുടെ നടുവൊടിക്കുന്ന അവസ്ഥയാകും. അതിനാൽ തന്നെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുക എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യം. ബ്ലോക്ക് റോഡിലേക്ക് പ്രവേശിക്കുന്ന ബൈപ്പാസ് റോഡും ബ്ലോക്ക് റോഡിൽ നിന്നും പ്രവേശിക്കുന്ന ചെമ്മാട് പരപ്പനങ്ങാടി റോഡും PWയുടേതാണ്. ഇതിനിടയിലാണ് നഗരസഭയുടെ ബ്ലോക്ക് റോഡുള്ളത്. ഈ റോഡ് റബ്ബറൈസ് ചെയ്യണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാരം കൂടിയ വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് കൂടുതൽ ബലപ്പെടുത്തി നിർമ്മിക്കേണ്ടതുണ്ട്. നഗരസഭ റോഡ് നവീകരിക്കുമ്പോൾ റോഡ് കൂടുതൽ ബലപ്പെട്ടതും കൂടുതൽ കാലം നിലനിൽക്കുന്നതുമായ റോഡാണ് നിർമ്മിക്കുകയെന്നും ഇതിനായി നഗരസഭ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രവൃത്തി ആരംഭിക്കുമെന്നും നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ പറഞ്ഞു. ചെമ്മാട് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റ് ടെൻഡർ നടപടികളായി കഴിഞ്ഞാൽ എവിടെയും പ്രവൃത്തി ആരംഭിക്കും. ബ്ലോക്ക് റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ്. അതുകൊണ്ട് തന്നെ ഭാരം കൂടിയ ടോറസ് വാഹനങ്ങൾ ഉൾപ്പെടെ ഇടതടവില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഒരു ഭാഗത്ത് PWD കടന്നു പോകുന്ന കൊടിഞ്ഞി റോഡും ബൈപ്പാസ് റോഡും, മറുഭാഗത്ത് PWയുടെ ചെമ്മാട് പരപ്പനങ്ങാടി റോഡ്, ഇതിനിടയിൽ വരുന്ന നഗരസഭയുടെ റോഡാണിത്. അപ്പോൾ ഈ റോഡ് റബ്ബറൈസ് ചെയ്യണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡായതുകൊണ്ട് തന്നെ അത് കൂടുതൽ ബലപ്പെടുത്തി നിർമ്മിക്കേണ്ടതുണ്ട്. നഗരസഭ വൈകാതെ നവീകരിക്കുമ്പോൾ കൂടുതൽ ബലപ്പെടുത്തി കൂടുതൽ കാലം നിലനിൽക്കുന്ന രീതിയിലുള്ള നിർമ്മാണത്തിലാണ് നഗരസഭ തീരുമാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെമ്മാട് ബ്ലോക്ക് റോഡും വൈകാതെ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. നിലവിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിടത്ത് കോറി വേസ്റ്റിട്ട് അടച്ചിരിക്കുകയാണ്. ഇത് ശാശ്വതമായ പരിഹാരമല്ല. മഴ ആയതിനാൽ തന്നെ ഇവ ഒലിച്ചുപോയി വീണ്ടും ഗർത്തം രൂപപ്പെടുകയാണ്. വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല, കുഴിയിൽ ഇരുചക്രവാഹന യാത്രികർ വീഴുന്നതും പതിവാണ്. ഇതോടെയാണ് ശാശ്വതമായ പരിഹാരം എന്ന നിലയ്ക്ക് റോഡ് കൂടുതൽ ബലപ്പെടുത്തി നിർമ്മിക്കാൻ നഗരസഭ തീരുമാനമെടുത്തത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോമ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ. 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ. മിതമായ പണിക്കൂലിയും ആയുഷ്കാലം മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ.